ഓണാഘോഷമാണ് കേട്ടോ. നമ്മുടെ വാർഡൻ ആന്റി ഇപ്പൊ നമ്മുടെ ഹോസ്റ്റലിൽ ഓണമാണ്. അപ്പൊ നമ്മള് സദ്യ ഉണ്ടാവുന്നതാണ് കേട്ടോ. തെങ്ങാഞ്ചേര എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങക്ക് ശരിക്കും അടുത്ത ദിവസമാണ് കോളേജിൽ ഓണാഘോഷം. ഇന്ന് ഹോസ്റ്റലിലാട്ടോ. സദ്യ ഉണ്ട് കഴിഞ്ഞ് ഗൈസ്. പയ്യ നല്ല ഒന്നാന്തര സദ്യയായിരുന്നു. നമ്മുടെ ഇവിടെ നാറ്റുമാർ തന്നെ ഉണ്ടാക്കിയ സദ്യയാണ് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ ഹോസ്റ്റലില് കോളേജിന്റെ ഹോസ്റ്റലിൽ വരുന്നത് NSSന്റെ കരയോഗത്തിന്റെ ബിൽഡിങ്ങിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു മറ്റേ സ്പെഷ്യൽ സ്കൂളൊക്കെ ഉണ്ട് അവര് നടത്തുന്നത്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഉള്ള പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരുടെയും കൂടെ ഓണാഘോഷമായിരുന്നു. അപ്പൊ കരയോഗത്തിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും അങ്ങനെ എല്ലാവരും കൂടെ ഓണാഘോഷിച്ചേ. അങ്ങനെ ഫുഡ് കഴിച്ച് വൈകിട്ടേക്ക് ഇപ്പൊ കോളേജിൽ പോണം. നമ്മുടെ കോളേജിലെ ഓണാഘോഷത്തിന്റെ പ്രോഗ്രാമിനുള്ള ഡാൻസും പാട്ടും ഒക്കെ റിഹേഴ്സൽ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. രാവിലെ തൊട്ട് പ്രാക്ടീസ് ആയിരുന്നു. മടുത്തിരിക്കുകയാണ് ഗൈസ്. ഇനി നാളെ അല്ലേ അയറിനെ ഇതിനിടയിൽ കൂടെ വ്ളോഗ് എടുക്കാൻ നാണം ഉണ്ടോ? ഒരു നാണമില്ല. അതാണ് ഗൈസ് അപ്പു. നാളെ കാണാം. പൊന്നളക്കും പൗർണമിരാവായി പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നമിത് ഗൈസ്, നമിതയാണ് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ടായിരുന്നേ. അപ്പോൾ എൻ്റെ കൈ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഇട്ട് എല്ലാവരും ഉറങ്ങി ഗൈസ്. സെഡ്രിക് ഡിസൂസ വീട്ടിലേക്ക് കരച്ചിൽ കേട്ട് ഓടി വരികയായിരുന്നു. ഡോക്ടർ സംശയം പോലെ പറഞ്ഞത് വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ Your Honor, this may be considered as dying declaration because
ഗായ്സ്, അപ്പോൾ അത് നാളെയാണ് നമ്മുടെ ഓണാഘോഷം. അപ്പം ഇന്ന് രാവിലെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. പിന്നെ നാളെ രാവിലെ അത്തപ്പൂക്കള മത്സരമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് ഒരു മണിക്കൂർ നമുക്ക് സമയം തന്നത് വരയ്ക്കാനായിട്ട്. അപ്പം നമ്മളിന്ന് പോയി പൂക്കളത്തിൻ്റെ ബോർഡർ ഔട്ട്ലൈനൊക്കെ വരച്ചിട്ടു. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേജിൽ ഫൈനൽ റിഹേഴ്സലിന് വന്നതാണ്. ഓക്കെ, എന്നതാടി അപ്പം ഗായ്സ്, ദേ ഇപ്പം 7:30 അപ്പം ഞങ്ങൾ ഇത്രയും നേരം പ്രാക്ടീസ് ആയിരുന്നു. അപ്പം ഇങ്ങനെ പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നാളത്തേക്കുള്ള. അപ്പം ഇനി ഇത് ഹോസ്റ്റലിൽ പോയിട്ട് ഇതൊക്കെ ഒരുക്കണം. അപ്പം നമുക്ക് ഹോസ്റ്റലിൽ പോവാം. ഓക്കെ ഗായ്സ്, ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കട്ടിലിനടിയിൽ ഫുൾ ഇപ്പം പൂ മൊത്തം ഒരുക്കി കയറ്റിയിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങാൻ പോയി കേട്ടോ. ഇനി നാളെ രാവിലെ എണീക്കണം. 6 മണിയാകുമ്പം റെഡിയായി സാരി ഉടുക്കാനായിട്ട് പോകണം കേട്ടോ. ഓക്കെ ഗായ്സ്, ഇനി നാളെ കാണാം. ബൈ. ഹായ് ഗായ്സ്, അപ്പോൾ ഇത് നമ്മൾ രാവിലെ കോളേജിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് സാരി ഉടുക്കാനായിട്ട് ഇവിടെ ഒരു പാർലറിൽ പോകണമായിരുന്നു. അങ്ങനെ സാരിയൊക്കെ ഉടുത്ത് ഇപ്പം അത്തപ്പൂക്കളിടണം. അപ്പം ഇപ്പം കൊണ്ട് വിളക്കും മഴയൊക്കെ തിന്നു കേട്ടോ. ലക്ഷ്മിയുണ്ട് ഇവിടെ. ഹായ് കാണിക്കും. ഹലോ. ഹായ് ഗായ്സ്, ഞാൻ പൂവച്ച ഗൈസ്. ശ്രീ പാർവതി ഉണ്ട്, നസ്മീനുണ്ട്, ടീനയുണ്ട്. അപ്പൊ നമ്മളെല്ലാം കൂടി ഇപ്പൊ താഴോട്ട് വന്നതാണ് കേട്ടോ. ഗൈസ്, നമ്മുടെ വിദ്യാ മാം. ഹായ് കാണിക്ക് മാം. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. അതെ അതെ, ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം പറ. ഇതാണ് നമ്മുടെ മാവേലി. ഹാപ്പിയാണോ?
ഘടകങ്ങൾ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെല്ലാവരും അത് പാസിഫൈ ചെയ്യാൻ വേണ്ടി ആവുന്ന പരിശ്രമങ്ങൾ അവർ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ ടീച്ചേഴ്സും അപ്പോഴേ ഞങ്ങൾ നൃത്തം വേണമെങ്കിൽ എന്നെ എടുത്തിട്ട് അടിച്ചോ, ഒരു പ്രശ്നവും ഇല്ല. അക്കാഡമിയിൽ ആസ് യൂഷ്വൽ അടിയായി. അവസാനം ചുമ്മാ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയ അടിയുടെ പേരിൽ ഫുൾ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പം അതെ ബെല്ലടിച്ചു, എത്രയും പെട്ടെന്ന് കോളേജിൽ നിന്ന് എല്ലാവരും പോകണമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കറിയത്തില്ല ഗൈസ് എന്താ പറയണത്. ഇപ്പം ഞങ്ങളുടെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല ഞങ്ങൾ. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ പോവാണ് ഗൈസ്. നമ്മുടെ പരിപാടിയൊക്കെ ഫ്ലോപ്പായി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇപ്പോൾ ഓണാവധിയല്ലേ ഉണ്ട്, വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ പോവാണ്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഞങ്ങളുടെ കോളേജിലെ ഇത്തവണത്തെ ഓണാഘോഷം. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി ഓണം തന്നെയായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ യൂണിറ്റി ഉള്ളത് മനസ്സിലാക്കി ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്തു. വി ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് മെമ്മറീസ്. ആൻഡ് ഈ വീഡിയോ കണ്ട എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു അടിപൊളി ഓണാശംസകൾ. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.